നിങ്ങളുടെ പൂച്ചകളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ ഇവിടെ ചുരുളഴിക്കട്ടെ. പൂച്ചകൾ നിങ്ങളെ ഉരുമി നടക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിലെ ചില സാധനങ്ങളിൽ ഉരുമി നടക്കുമ്പോഴും നിങ്ങൾക്ക് ചെറുജീവികളെയും ചെറുപക്ഷികളെയും സമ്മാനമായി കടിച്ചെടുത്ത് കൊണ്ടു തരുമ്പോഴും അവരുടെ അധികാരപരിധി നിർണ്ണയിക്കുന്നതിനോടൊപ്പം അവർ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എൻ്റെ പരിധിയിലാണ്, എൻ്റെ സംരക്ഷണയിലാണ് എന്ന്. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, പണ്ടത്തെ നദീതട സംസ്കാരം മുതൽ ഇന്നത്തെ ഫ്ലാറ്റ് ജീവിതം വരെ പൂച്ചകൾ നമ്മളോട് ചേർന്നുരുമി അവയുടെ സ്നേഹപ്രകടനങ്ങൾ കാണിച്ച് നമുക്കൊപ്പം ജീവിക്കുന്നു എന്നത്. പക്ഷേ ശാസ്ത്രം വളർന്ന് വികസിച്ച് വന്നപ്പോൾ മനസ്സിലായി, അവരുടെ സ്നേഹപ്രകടനങ്ങൾക്കൊപ്പം അവർ മുഖമൊരുമുന്നത് അവരുടെ മുഖത്തെ സുഗന്ധഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിറമോൺ അവിടെ തേച്ച് പിടിപ്പിക്കാനാണ് എന്ന്. അവരുടെ ജൈവികമായ ആവശ്യങ്ങൾക്കപ്പുറം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അവരുടെ പരിധിയിലാണ്, നിങ്ങൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സംരക്ഷണയിലാണ് എന്നാണ്. നിങ്ങളുടെ പൂച്ചകൾ മുറിയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളിൽ ചെന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫ്രിഡ്ജിൻ്റെയും അലമാരകളുടെയും മറ്റും മുകളിൽ അവിടെ ഇരുന്ന് എല്ലാ ഭാഗവും നിരീക്ഷിക്കുകയാണ് അവർ. അവരുടെ പൂർവികർ ഉയരമുള്ള മരങ്ങളിൽ കയറിയിരുന്ന് അവർക്കധികാരമുള്ള പ്രദേശങ്ങൾ നിരീക്ഷിക്കുകയും മറ്റു പൂച്ചകളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. രാത്രിയിലെങ്ങാനും നിങ്ങൾ ഉറക്കമുണരുമ്പോൾ പൂച്ച അവിടെ നടക്കുകയോ എവിടെയൊക്കെയോ നോക്കി കരയുകയോ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാക്കണം, അവർ കാവലിലാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ കൂടെ നടക്കുന്ന പൂച്ചകളെ കണ്ടിട്ടില്ലേ? നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നറിയാനോ ഒന്നുമല്ല. അത് നിങ്ങളെ സംരക്ഷിക്കുകയാണ് എന്നാണ് അതിൻ്റെ വിചാരം. നിങ്ങൾക്ക് ചെറുജീവികളെ സമ്മാനിക്കുമ്പോഴും അതിൻ്റെ വിചാരം നിങ്ങൾ അതിൻ്റെ കുടുംബത്തിലെ അംഗമാണ് എന്നാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ചകൾ ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്നതും ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് നോക്കിയിരിക്കുന്നതും കണ്ടിട്ടുണ്ടാവും. അത് ചെറിയ ജീവികളെ നോക്കിയിരിക്കുകയാണ് എന്നാവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷേ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളെ ബാലൻസ് ചെയ്യുകയാണ് അവ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പൂച്ചകൾ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്നതും വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൂച്ചകൾ ത്രികാലജ്ഞാനികളാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഒ. വി. വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്ന നോട്ടത്തിൽ അലിഞ്ഞ് പരിസരം മറന്നു പോകാത്തവർ ആരാണുള്ളത്? സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാണാപ്പുറങ്ങളല്ലേ അവ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പൂച്ചകളെ തിരഞ്ഞെടുക്കുകയല്ല, അവയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആത്മാക്കളെ തിരഞ്ഞെടുത്ത് നമുക്കരികിലേക്ക് എത്തിച്ചേരുകയാണ്. പലപ്പോഴും വിഷമഘട്ടങ്ങളെ തരണം ചെയ്യുവാനും സമ്മർദ്ദങ്ങളെ കുറയ്ക്കുവാനും സഹായിക്കുന്നവരായിട്ട്. പ്രപഞ്ചത്തിലെവിടെയോ നിന്ന് വന്ന് നമ്മളുടെ കൂടെ ജീവിച്ച് സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും പഠിപ്പിക്കാൻ പൂച്ച നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മളുടെ സംരക്ഷകരായിട്ട്.